Next question, question number 22. Question number 22 3Dയിൽ നിന്നുള്ള ഇമേജ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ലൈനിലുള്ള ഇമേജ് അബൌട്ട് ലൈനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 3D എന്നുള്ള ക്വസ്റ്റ്യൻ. ലെറ്റ് P be the image of the point Q 7 minus 2 5 in the line L x minus 1 by 2 equal to y plus 1 by 3 equal to z by 4 and R 5 PQ be a point on L, then the square of 5 PQ അല്ല 558, ഇത് 558 ആണ്. ആറിൻ്റെ വാല്യൂ ആർ എന്ന് പറഞ്ഞാൽ 558 ആണ്. അത് ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ആർ 558 ആണ്. പി ക്യൂ എന്നാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്, 558 ആണ്. അപ്പോൾ ആർ 558 ബി എ പോയിന്റ് ഓൺ ലൈൻ എൽ, ദെൻ ദ സ്ക്വയർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. അതായത് ഒരു ലൈൻ ഉണ്ട്, എൽ, ക്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ എല്ലിലുള്ള ഇമേജാണ് പി. ആർ എന്ന് പറഞ്ഞ് കുറച്ചപ്പുറത്ത് ഈ ലൈനിലുള്ളൊരു പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയൻ്റെ സ്ക്വയർ ആണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും, അതായത് ഒരു പോയിൻറ്റിൻ്റെ ലൈനിലുള്ള ഇമേജ് കാണാൻ നമ്മൾ ചെയ്യുന്നത് ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണാണ് ചെയ്യുക. എന്നിട്ട് ഈ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ പിൻ്റെയും ക്യൂവിൻ്റെയും മിഡ് പോയിൻ്റ് ആണല്ലോ, അത് വെച്ചിട്ട് പിന്നെ പി കാണുകയാണ് ചെയ്യുക, 2f മൈനസ് ക്യൂ. അങ്ങനെയാണ് പി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയൻ്റെ സ്ക്വയർ ആണ്. ആണല്ലോ. ഇനി ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ക്യു എഫ് ആർ, മറ്റേത് മിഡ് പോയിൻറ്റും ലൈനിൻ്റെ എബൌട്ടും ഒക്കെ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളുടെയും ഏരിയ സെയിം ആയിരിക്കുമല്ലോ. ട്രയാങ്കിൾ 1ൻ്റെ ഏരിയയും ട്രയാങ്കിൾ 2ൻ്റെ ഏരിയ സെയിം ആയിരിക്കും. അത് രണ്ടും കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. ആ രണ്ട് ട്രയാങ്കിളുടെ ഏരിയ സെയിം ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ സ്ക്വയർ കാണാൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ക്യു എഫ് ആറിൻ്റെ ഡബിളാണ്. അതിൻ്റെ സ്ക്വയർ കണ്ടാൽ പോരെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു എഫ് ആറിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. അതായത് 4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു എഫ് ആർ സ്ക്വയർ. 4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു എഫ് ആർ സ്ക്വയർ കണ്ടാൽ മതി. 4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു എഫ് ആർ സ്ക്വയർ കണ്ടാൽ മതി. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. 4 ഇൻറ്റു ട്രയാങ്കിൾ ക്യു എഫ് ആർ സ്ക്വയർ. നമുക്ക് പി കാണേണ്ട ആവശ്യമില്ല, ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണാൻ നോക്കുന്നു. ഇതാണ് ക്യൂ. ലൈൻ ഉണ്ട്. ലൈൻ ഈസ് ഈക്വൽ ടു x മൈനസ് 1 ബൈ 2 ഈക്വൽ ടു y പ്ലസ് 1 ബൈ 3 ഈക്വൽ ടു z ബൈ 4. പി എന്ന് പറഞ്ഞ പോയിൻറ്റ് 7 മൈനസ് 2 5 ആണ്. അപ്പോൾ നമ്മൾ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണുന്നു. ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എങ്ങനെയാണ് കാണുക? ഈ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഈ ലൈനിലുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ ലൈനിലെ ജനറൽ പോയിൻ്റ് എഴുതുന്നു. അപ്പോൾ ഈ ലൈനിന് ഈക്വൽ ടു ലാംഡ എഴുതുന്നു. അപ്പോൾ എക്സ് എന്താണ്? 2 ലാംഡ പ്ലസ് 1, y ഈക്വൽ ടു 3 ലാംഡ മൈനസ് 1, z ഈക്വൽ ടു 4 ലാംഡ. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 2 ലാംഡ പ്ലസ് 1, 3 ലാംഡ മൈനസ് 1, 4 ലാംഡ. ഇതാണ് എഫ്. ഇനി ചെയ്യാൻ പോകുന്നത്, ഇനി എഫിൽ ഇപ്പോൾ ലാംഡൻ്റെ വാല്യൂ കിട്ടാൻ മതി. ആ ലാംഡൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് ക്യു എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു ലൈൻ എൽ. ക്യു എഫ് ലൈൻ എല്ലിന് പെർപെൻഡിക്കുലർ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ എല്ലിൻ്റെ ഡി ആർസ് എന്താണ്? ലൈൻ എല്ലിൻ്റെ ഡി ആർസ് 2 3 4 ആണ്. അപ്പോൾ ക്യു എഫ്, വെക്റ്റർ ക്യു എഫ് 2i പ്ലസ് 3j പ്ലസ് 4k വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്യു എഫ് 2i പ്ലസ് 3j പ്ലസ് 4k വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ക്യു എഫിൻ്റെ കമ്പോണൻസ് എന്താണ്? 2 ലാംഡ പ്ലസ് 1 മൈനസ് 7, 2 ലാംഡ പ്ലസ് 1 മൈനസ് 7 ആണ് അതിൻ്റെ എക്സ് കമ്പോണൻറ്റ്. 3 ലാംഡ പ്ലസ് 1, 3 ലാംഡ മൈനസ് 1 പ്ലസ് 2,
4 ലാംഡ മൈനസ് 5. ഇതാണ് അതിൻ്റെ കമ്പോണൻസ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ രണ്ട് വെക്ടേഴ്സും ഡോട്ട് എടുത്താൽ ഈക്വൽ ടു 0 കിട്ടും. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ രണ്ട് വെക്ടേഴ്സും ഡോട്ട് എടുത്താൽ ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ 2 ലാംഡ മൈനസ് 6 ഇൻറ്റു 2 പ്ലസ് 3 ലാംഡ പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 4 ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0. 4 ഇൻറ്റു 4 ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0. അപ്പോൾ 4 ലാംഡ മൈനസ് 12 പ്ലസ് 9 ലാംഡ പ്ലസ് 3 പ്ലസ് 16 ലാംഡ മൈനസ് 20 ഈക്വൽ ടു 0. 25 29 ഈക്വൽ ടു 29. ലാംഡ ഈക്വൽ ടു 29 എന്ന് കിട്ടും. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1 ആണ്. ലാംഡ 1 ആണ്. അപ്പോൾ നമുക്ക് എഫിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി. എഫ് എന്ന് പറഞ്ഞാൽ 2 ലാംഡ പ്ലസ് 1 3 ലാംഡ മൈനസ് 1 2 4. എഫിൻ്റെ കോർഡിനേറ്റ്സ് 3 2 4 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ ക്യൂ 7 മൈനസ് 2 5 ആണ്. പിന്നെ ഇപ്പോൾ എഫ് കണ്ടു 3 2 4. ഇനി നമ്മുടെ 6 ഉണ്ട്. 6 5 5 8 ആണ്. 5 5 8 ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. ഈ ട്രയാങ്കിൾ പെർപെൻഡിക്കുലർ ആണ്. ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കാരണം ഇമേജ് ആണല്ലോ കണ്ടത്. അപ്പോൾ കറക്റ്റ് ഇതിന് പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രയാങ്കിൾ ക്യു എഫ് ആറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് നമ്മൾ ആർ എഫ് ആക്കി എടുത്താൽ എഫ് ക്യു. ആർ എഫ് ഇൻറ്റു എഫ് ക്യു, ഹാഫ് ഇൻറ്റു ആർ എഫ് ഇൻറ്റു എഫ് ക്യു ആണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ നമുക്കിവിടുന്ന് ആർ എഫ് കാണാൻ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് 5 മൈനസ് 3 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 5 മൈനസ് 2 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 8 മൈനസ് 4 4ൻ്റെ സ്ക്വയർ 16. അത് എത്ര കിട്ടും? റൂട്ട് 29 കിട്ടും. ഇത് റൂട്ട് 29 ആണ്. ഇനി ക്യു എഫ് എന്താണ്? ക്യു എഫ് 7 മൈനസ് 3 4 16 മൈനസ് 2 മൈനസ് 2 4 16 പ്ലസ് 5 മൈനസ് 4 1. അത് റൂട്ട് 33 ആണ്. അപ്പോൾ ട്രയാങ്കിൾ ക്യു എഫ് ആറിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു റൂട്ട് 29 ഇൻറ്റു റൂട്ട് 33. ഹാഫ് ഇൻറ്റു റൂട്ട് 29 ഇൻറ്റു റൂട്ട് 33. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു എഫ് ആറിൻ്റെ സ്ക്വയർ. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു 1/4 ഇൻറ്റു റൂട്ട് 29 അതായത് 1/29 ഇൻറ്റു റൂട്ട് 29 ഇൻറ്റു റൂട്ട് 33ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 29 ഇൻറ്റു 23. 29 ഇൻറ്റു 33 27 2 8 3 9 27 2 8 7 6 7 5 957. ആൻസർ 957 ആണെന്ന് കിട്ടും. 957 ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ആ ഫുൾ ട്രയാങ്കിൾ കാണാതെ ഹാഫ് ട്രയാങ്കിൾ കണ്ടിട്ട് അതിൻ്റെ ഏരിയൻ്റെ സ്ക്വയറിൻ്റെ 4 ഒക്കെയാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈക്വൽ ടു 957. ആൻസർ 957.